സമർപ്പിച്ചു. വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാധ്യമങ്ങളോട് കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി, മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവരുടെ ഉന്നതതല യോഗം ഇന്ന് രാവിലെ മന്ത്രിയുടെ ചേംബറിൽ ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 2025 മെയ് മാസം 13 വിശദമായ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുകയുണ്ടായി. 2025-26 അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒന്നാം തലക്കെട്ട് സ്കൂൾ സുരക്ഷ എന്നായിരുന്നു. ഇതിലെ 9ാമത്തെ നിർദ്ദേശം ഞാൻ നിങ്ങളെല്ലാം വായിക്കാവുന്നു. സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമാംവിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KICB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഒരു പ്രാവശ്യം ചെന്ന് KICBയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടില്ല, പരിഹാരം കാണുന്നവരെ പോകണം. അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അവർ തൊട്ട് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഏറ്റവും അവസാനം മന്ത്രി വരെയുണ്ട്, അവരറിയിക്കേണ്ടതാണ്. അതല്ല ഒരു പ്രാവശ്യം ഒരു പേപ്പർ അവിടെ കൊണ്ടെഴുതി അവിടെ ആ ഫെസിലിറ്റിക്ക് ആരെങ്കിലും കൊടുത്തിട്ട് പോന്നിട്ട് അതല്ല നമ്മൾ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാർ എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരുടെയും ഡയറ്റ് പ്രിൻസിപ്പൽമാരെയും RDD-മാരെയും AD-മാരെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെയും SSK ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെയും ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാരെയും കൈറ്റ് ജില്ലാ കോർഡിനേറ്റർമാരെയും വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർമാരുടെ എല്ലാ പ്രധാന അധ്യാപകരെയും എല്ലാ പ്രിൻസിപ്പൽമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ സർക്കുലർ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നാം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്നതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഈ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചുള്ള യോഗം ചേർന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് ഈ 1-2 മാസക്കാലം സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഓരോ റൂമും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറിക്കകത്തുള്ള ചെറിയ കുഴികളും ഗുഹകളും അതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇഴജന്തുക്കളടക്കം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതടക്കം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്ര 14,000 സ്കൂളുകളുണ്ട് കേരളത്തിൽ. ചെറിയ വ്യത്യാസം വന്നേക്കുവേ. അവിടെ ഈ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ട് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ അത്ര ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഒരു വിഭാഗം ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പ്രാധാന്യം ഈ സർക്കുലർ വ്യക്തമാക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അധ്യാപക സമൂഹം അവർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഇകഴ്ത്തി കാണിക്കാനും പാടില്ല. ഇന്ന് ഇന്ത്യയിൽ
നമുക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തേവലക്കരയിലെ ഷോക്കേറ്റ് കുട്ടി മരിച്ച സംഭവത്തിലെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീഴ്ച സംഭവിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ ശരിവയ്ക്കുന്നുണ്ട്. അതേ സ്കൂളിൽ തന്നെ ഇന്ന് യുവമോർച്ച ഇന്നും പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ വിൻഡോയിൽ കാണുന്നത്.